വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹാരിസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഹാരിസിൻ്റെ അതിപ്രധാനപ്പെട്ട ഒരു സൂം മീറ്റിംഗ് അല്പം മുമ്പ് അവസാനിച്ചു. അപ്പോൾ 9:30 തുടങ്ങിയ സൂം മീറ്റിംഗ് 10:45 വരെ ഉണ്ടായിരുന്നു. നമ്മുടെ ഭാര്യയ്ക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കമ്പനിയെ സംബന്ധിച്ചും കേസിനെ സംബന്ധിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ പാനിക്കായ ആൾക്കാരുമായി പങ്കുവച്ചു. അപ്പോൾ ഭാര്യയ്ക്ക് എന്തായാലും കുറേ കാര്യങ്ങൾ പിന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഒക്കെ സത്യം തന്നെയാണ്. ഭാര്യയ്ക്ക് പറയുകയാണ്, ഏതോ ഒരു കണ്ണൂർ ജില്ലയിലെ ഏതോ സൂപ്പർ മാർക്കറ്റിൽ, തയ്യൽ സൂപ്പർ മാർക്കറ്റ്, അവിടെ ഭയങ്കരമായിട്ട് വരുമാനമുണ്ടായിരുന്നു. അതുപോലെയുള്ള വരുമാനമാണ് നമുക്കെല്ലാം പൂളിംഗമായിട്ട് തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് അടുത്ത വാക്ക് പറയാണ്. അപ്പോൾ ഇവിടെ പ്രൊജക്റ്റ് ഒക്കെ സക്സസ് ആവാത്തപ്പോൾ മറ്റുള്ളവരുടെ പണം എടുത്ത് കൊടുത്തതിൽ എന്താണ് തെറ്റ് എന്ന്. അപ്പോൾ ഒരു മിനിറ്റിനിടയ്ക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പൊളിക്കുന്ന കാര്യമാണ് സൂം മീറ്റിങ്ങിൽ കണ്ടത്. അപ്പോൾ 699 സൂപ്പർ മാർക്കറ്റുകൾ ലാഭത്തിലാണെന്ന് പറഞ്ഞ് അതിൻ്റെ പ്രോഫിറ്റാണ് എടുത്ത് നൽകുന്നതെന്ന് പറഞ്ഞ് അടുത്ത് പറയുക, ഈ കമ്പനി നഷ്ടത്തിലാണ്, ലാഭമില്ലാത്ത സമയത്ത് മറ്റുള്ളവരുടെ പൈസ എടുത്ത് കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന്. അപ്പോൾ വേറൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് ഈ കമ്പനി 30% മാത്രമേ അവരെടുത്തിട്ടുള്ളൂ, ബാക്കി 70% ജനങ്ങൾക്ക് തിരികെ കൊടുത്തൊരു കമ്പനിയാണ് എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു കച്ചവടം നടക്കാത്തത് കൊണ്ട്, ഒരു പ്രൊഡക്റ്റ് ഇല്ലാത്തത് കൊണ്ട്, മറ്റ് ഈ ഹൈറിച്ചുകാർ സാധാരണയായിട്ട് കളിയാക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മറ്റ് MLM കമ്പനിക്കാരെയൊക്കെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സാധനം വില കൂട്ടി കൊടുത്ത് അതിൻ്റെ പൈസ എടുത്തിട്ട് കൊടുക്കുന്ന പരിപാടി, ഒരു ഗുണമില്ലാത്ത സാധനങ്ങൾ പിടിപ്പിച്ചിട്ട് അതിൻ്റെ പൈസ എടുത്തിട്ട് മണി ചേഞ്ച് ചെയ്യുന്ന കമ്പനികൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഹൈറിച്ചുകാർ. അവർ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇതാ നമ്മുടെ കമ്പനി നോക്കൂ, ഒരു പ്രൊഡക്റ്റും ഇല്ല, നമുക്ക് ഒരു പ്രൊഡക്റ്റും ഇല്ല എന്ന് പറഞ്ഞ് നടന്ന ആൾക്കാർ, ഇവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇവരുടെ ഡിജിറ്റൽ ID അല്ലെങ്കിൽ ബോണ്ടുകൾ എന്നൊക്കെയുള്ള സംഭവങ്ങളാണ് ഇവരുടെ പ്രൊഡക്റ്റുകൾ. അപ്പോൾ ഈ 10,000-ൻ്റെ ID അടിക്കുന്ന സമയത്ത് 7,000 വീതിച്ചു പോവുകയാണ്, ബാക്കി 3,000 മാത്രമേ കമ്പനിക്ക് കിട്ടുന്നുള്ളൂ എന്നുള്ള നഗ്ന സത്യം, പച്ചയായ സത്യം ഭാര്യയ്ക്ക എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ ഇത് നോമ്പ് കാലമൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഭാര്യയ്ക്ക് ഇതൊക്കെ പറഞ്ഞത്. പിന്നെ അതുകൊണ്ട് തന്നെ ഈ 212 എന്ന് പറയുന്ന, അങ്ങനെയാണെങ്കിൽ ഈ 212 കോടി ബാക്കിയായ പ്രതാപന് എവിടെയും കടത്താൻ പറ്റാതെ ബാക്കിയായ 212 ഒരു 30% എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഒരു 460 കോടി, 70% എന്ന് പറയുന്നത് 460 കോടി. അപ്പോൾ 460 ഈ 212 ഒക്കെ കൂടി ആകെ ഒരു 600 കോടി 700 കോടിയുടെ ബിസിനസ്സാണോ ചെയ്തിരുന്നത്? അല്ലല്ലോ. ഇവർ ചെയ്തിരുന്നത് 3,000 കോടിയുടെ ടേൺ ഓവറുള്ള ബിസിനസ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് GSTക്കാരനെ ഇവർ കാസർഗോഡ് ചേർക്കാൻ പോയത്. GSTക്കാരൻ്റെ വീട്ടിൽ പോയിട്ട് പറയുകയാണ്, നമ്മുടെ കമ്പനി 3,000 കോടി ടേൺ ഓവറുള്ള കമ്പനിയാണ് എന്ന്. എന്നിട്ട് അങ്ങനെയാണല്ലോ ഈ കമ്പനിക്ക് കേസ് വരുന്നത്. അപ്പോൾ GSTക്കാരൻ ചോദിച്ചു, 3,000 കോടി ടേൺ ഓവറുള്ള കമ്പനി, അതേത് കമ്പനിയപ്പോൾ നമുക്ക് അവർ GST അടക്കലുണ്ടോ? അപ്പോൾ അങ്ങനെയാണ് മനസ്സിലായത് ഇവർ GST പോലും അടക്കാറില്ല എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ GSTയുടെ നോട്ടീസ് പോകുന്നു. അങ്ങനെ ഈ കമ്പനി പൂട്ടിപ്പോകുന്നു. അപ്പോൾ 3,000 കോടി ടേൺ ഓവർ ഉണ്ട് എന്ന് പറഞ്ഞത് കളവാണോ എന്നാണ് ചോദിക്കാനുള്ളത്. അപ്പോൾ ഭാര്യയ്ക്ക് പറയുന്നത് വെറും 700 കോടി ടേൺ ഓവറുള്ള കമ്പനിയാണ്. ഇപ്പോൾ അതിൻ്റെ 30% കമ്പനിക്ക് എടുത്തു, അത് 212, ബാക്കി 70% 460 കോടിയൊക്കെ ഓളം രൂപ വീതിച്ചു പോയി. അത് പൂർണ്ണമായും തെറ്റാണ് വരിക.
അപ്പോൾ നിങ്ങൾ നടത്തിയിരിക്കുന്നത് വെറും 700 കോടിയുടെ തട്ടിപ്പല്ല, 3000 കോടിയുടെ തട്ടിപ്പാണ്. കേരളം കണ്ട ഏറ്റവും വലിയ മണി ചെയിനാണ്. കേരളത്തിൽ മാത്രമല്ല, മറ്റ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് 200 രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരള സർക്കാർ അന്വേഷണം നടത്താത്തത്, അല്ലെങ്കിൽ ഇപ്പം അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തൃശ്ശൂരെ ക്രൈംബ്രാഞ്ചിനൊന്നും UP-യിലോ ബീഹാറിലോ പിന്നെ തമിഴ്നാട്ടിലോ പോയിട്ട് കേസ് അന്വേഷിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് ഇത് CBI തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് സർക്കാർ കത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ CBIക്ക് പിന്നെ നമ്മുടെ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇന്ത്യൻ്റെ ഉള്ളിൽ മാത്രമുള്ള കാര്യങ്ങൾ മാത്രമേ അന്വേഷിക്കാൻ പറ്റൂ. അപ്പോൾ 200 രാജ്യങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്ന തട്ടിപ്പായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് വേറെ ഏതെങ്കിലും ഏജൻസീനാണ് ട്രംപിനായിട്ട് ഏൽപ്പിക്കേണ്ടി വരുന്നു. അപ്പോൾ അവർക്കാകുമ്പോൾ ലോക പോലീസാണല്ലോ, അപ്പോൾ ട്രംപിനായിട്ട് ഏൽപ്പിക്കേണ്ടി വരും നിങ്ങളുടെ കമ്പനിൻ്റെ കേസ് തീരാനും അന്വേഷിക്കാനും ഒക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഭാര്യയുടെ വക്കീൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പോലും, അത് ഏത് വക്കീലാണെന്ന് പറഞ്ഞില്ല, നമ്മുടെ സൂം വക്കീലാണോ അല്ലെങ്കിൽ വിമാനത്തിൽ വരുന്ന വക്കീലാണോ എന്നറിയില്ല. ക്ലെയിം പെറ്റീഷൻ കൊടുക്കുന്നതിൽ തെറ്റില്ല, ക്ലെയിം പെറ്റീഷൻ കൊടുക്കുന്നവർ എതിർക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഭാര്യയ്ക്ക് അവസാനമായി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നാളെ കേസുണ്ട്. നാളെ ഒരുപക്ഷെ ഈ 239 ആൾക്കാരുടെ പണം മാറ്റിവെക്കും എന്നുള്ള കാര്യങ്ങളാണ്. ബാക്കിയെല്ലാം FD ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടും. അത് ചിലപ്പോൾ 20 കോടി രൂപ ഇവരുടെ രേഖകൾ പരിശോധിച്ചിട്ട് കൊടുത്തോളാൻ പറയാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നെഗറ്റീവുകാർ അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ പറയുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഭാര്യയ്ക്ക് പറയുന്നത് ഹൈറിച്ച് എന്നത് ഇപ്പം ബാക്കിയിരിക്കുന്നത് പേര് മാത്രമാണ് എന്നുള്ള കാര്യങ്ങളും കൂടി ഭാര്യയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. ഭാര്യയ്ക്ക് പറയുന്നത് ശരിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി പ്രവർത്തിക്കുന്നില്ല, കമ്പനിയുടെ ഓഫീസില്ല, ഒന്നും തന്നെയില്ല. അപ്പോൾ വെറും പേര് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരുപാട് ആൾക്കാർ ചങ്കിലുണ്ട് എന്നൊക്കെ പറയും. ചങ്കിലുണ്ട്, നെഞ്ഞിലുണ്ട്. കമ്പനി അടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയും നമ്മുടെ ചങ്കിലുണ്ട്, നെഞ്ചിലുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് പൂട്ടിപ്പോയ കമ്പനിയാണ്. മണി ചെയിൻ ചെയ്തത് കൊണ്ടാണ് ഈ കമ്പനി പൂട്ടിയിരിക്കുന്നത്. ഇവരുടെ എല്ലാ പ്രൊഡക്റ്റുകളും മണി ചെയിൻ മാത്രമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഇവർ പറയുന്നത് ക്യാൻസർ ബാധിച്ച ഭാഗം മുറിച്ച് കളയുന്ന പരിപാടിയിൽ ആണ് നല്ല പരിപാടി. അതുകൊണ്ട് കമ്പനിക്ക് എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ അത് മുറിച്ച് കളഞ്ഞിട്ട് പ്രവർത്തിക്കാനുള്ള അനുമതി നമുക്ക് തരണമെന്നാണ് ഭാര്യയ്ക്ക് പറയുന്നത്. ഭാര്യയ്ക്ക് അത് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, മണി ചെയിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതുപോലെയുള്ള പോൺസി സ്കീം നടത്തുന്ന കമ്പനി ഒരു ക്യാൻസർ ആണെങ്കിൽ ആ കമ്പനിയെ മാത്രം അടച്ചു പൂട്ടിക്കൊണ്ട് മറ്റ് ബിസിനസ്സുകൾ നടത്താൻ ഇവിടെ ഈ രാജ്യത്ത് ആരെയും പേടിക്കേണ്ടതില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മാന്യമായ ബിസിനസ് നടത്താൻ ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത്, അതിന് ജാർഖണ്ഡിലൊന്നും പോകണ്ട, ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ തന്നെ എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. ഇപ്പം ഒരുപാട് നിക്ഷേപങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ സർക്കാർ പറയുന്നത്. അപ്പോൾ ഭാര്യയ്ക്ക് എന്തായാലും ഇതിനു മുമ്പ് പപ്പാട ബിസിനസ്സും കുറേ അച്ചാർ ബിസിനസ്സും ഒക്കെ ചെയ്ത ആളാണ്. അപ്പോൾ അത്തരത്തിൽ നീങ്ങുന്നതായിരിക്കും ഭാര്യയ്ക്ക് നല്ലത് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ക്ലെയിം പെറ്റീഷൻ കൊടുക്കാൻ തന്നെയാണ് കമ്പനിയുടെ വക്കീൽ, ഏത് വക്കീലാണെന്നറിയില്ല, വക്കീലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സൂം മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഭാര്യയ്ക്കായിട്ട് സംസാരിച്ചു. അപ്പോൾ ഭാര്യയ്ക്ക് മറ്റേ തൃശ്ശൂർ ജില്ല ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ ക്ലെയിം പെറ്റീഷൻ സ്വീകരിക്കാനുള്ള ഓർഡറിൻ്റെ കോപ്പിയൊക്കെ ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആ ഒരു ഓർഡറിൻ്റെ കോപ്പി വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇത് തന്നെ ഇവിടെ സ്ക്രീനിൽ കാണുന്നതാണ് ആ ഓർഡറിൻ്റെ കോപ്പി. അപ്പോൾ ഇതിൽ പറയുന്നത്
തൃശ്ശൂർ ജില്ലയിൽ ആൾറെഡി ക്ലെയിം പെറ്റീഷനൊക്കെ സ്വീകരിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി മറ്റ് ജില്ലകളിൽ ഉള്ള അവസരമാണ്. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, തൃശ്ശൂർ ജില്ല ഒഴികെയുള്ള സ്ഥലങ്ങളിൽ 14 ദിവസത്തേക്ക് ക്ലെയിം പെറ്റീഷൻ കൊടുക്കണമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, നിങ്ങളെയൊന്നും ആരും നിർബന്ധിക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ 2-2.5 കൊല്ലം നമ്മളെയൊക്കെ ചീത്ത വിളിച്ചും കമ്പനിക്ക് ജയ് വിളിച്ചും നിവേദനം കൊടുത്തും മുഖം മൂടി ധർണ നടത്തിയും ഒക്കെ നിങ്ങൾ ഈ തട്ടിപ്പിനെ താങ്ങി നടന്നവരാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഈ കമ്പനിയിൽ നിക്ഷേപമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലെയിം പെറ്റീഷൻ കൊടുക്കുന്നത് ആത്മഹത്യാപരമാണ്. അപ്പോൾ നമുക്ക് അഭിമാനം വിട്ട് നിങ്ങൾ അങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കരുത്. നിങ്ങൾ ആരും തന്നെ ക്ലെയിം പെറ്റീഷൻ കൊടുക്കരുത് എന്നാണ് ഈ കമ്പനിയുടെ ഭാഗത്ത്. ചങ്കിലും നെഞ്ഞിലും ഒക്കെ അന്തി ഉറങ്ങുന്ന ഈ കമ്പനിക്ക് പിന്നെ വേറൊരു തമാശ പറഞ്ഞതാണ്. പിന്നെ ഈ കമ്പനി നമ്മളൊക്കെ പണ്ടേ പറയാറുണ്ട് ഈ കമ്പനി മണ്ണടിഞ്ഞു പോയി എന്ന്. അപ്പോൾ ഭാര്യയ്ക്ക് എന്ന് തമാശയായിട്ട് പറയുകയാണ്, വല്ല കുറുക്കനോ പന്നിയോ മാന്തുന്നുണ്ട് ഈ കമ്പനി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, വല്ല കുറുക്കനോ പന്നിയോ മാന്തുന്നുണ്ട് എന്ന് എന്തിനാണ് നിങ്ങൾ നോക്കുന്നത്? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൊസൈറ്റീനെയോ അല്ലെങ്കിൽ ഇവരെ പ്രസിഡൻറ്റിനെയൊക്കെയാണ് ഇവർ കുറുക്കനും പന്നിയൊക്കെ ആയിട്ട് കണക്കാക്കുന്നത്. എന്താണ് ഭാര്യയ്ക്ക് ഇങ്ങനെയൊക്കെ? അപ്പോൾ വെറും ഒരു തമാശയായി കണ്ടാൽ മതി. ഭാര്യയ്ക്ക് പറഞ്ഞതാണ് കുറുക്കനും പന്നിയൊക്കെ മാന്തുന്നുണ്ട് എന്ന രീതിയിൽ. അപ്പോൾ ആരൊക്കെയാണ് ഈ കുറുക്കനും പന്നി എന്ന് അറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ നാളെ നല്ലൊരു വിധി ഉണ്ടാവട്ടെ. നിക്ഷേപകർക്കുള്ള പണം മാറ്റിവെച്ച് ബാക്കിയെല്ലാം ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടട്ടെ. അത് രേഖകൾ പരിശോധിച്ച് നിക്ഷേപകർക്ക് എത്രയും പെട്ടെന്ന് കിട്ടാൻ ഉള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് പറയുന്നു. ബൈ.